ഇന്നത്തെ കാലത്ത് സ്യൂട്ടും ഡെലിവറി വളരെ ട്രെൻഡിങ് ആണല്ലോ. പല ഇൻഫ്ലുവൻസേഴ്സും അവരുടെ ഡെലിവറി വ്ളോഗ്സും ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ മില്യൺ കണക്കിന് വ്യൂസാണ് അവർക്ക് കിട്ടാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം എത്ര കണ്ട് പ്രയാസപ്പെട്ടിട്ടാണ് ഒരു സ്ത്രീ ഒരു കുഞ്ഞ് ജന്മം നൽകുന്നത് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന പേഷ്യൻസ് അതല്ലാതെ തന്നെ വരുന്ന ആളുകൾ ചോദിക്കാൻ, ഡോക്ടർ ഹോമിയോയിൽ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ആ ലാസ്റ്റ് മൊമെൻറ്റിലുള്ള പ്രയാസം അല്ലെങ്കിൽ ആ ഒരു കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനും ആ സമയത്തുള്ള ഒരു ചിലർക്ക് ഈ ലേബറിൻ്റെ സ്റ്റേജസ് ഉണ്ട്. നമ്മൾ അതായത് ആ ഒരു ഡയലറ്റേഷൻ കംപ്ലീറ്റ് ആവുക, 2 ഫിംഗർ 3 ഫിംഗർ 5 ഫിംഗർ നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ആ ഡയലറ്റേഷൻ പിന്നെ പ്രോപ്പറാക്കാനും സ്പീഡാക്കാനും എന്തെങ്കിലുമൊക്കെ ഹോമിയോയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മെഡിസിൻസും കൊടുക്കാറുണ്ട്. അതിന് ഓരോ മെഡിസിൻ കൊടുക്കുക, ഓരോ ടൈമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മെഡിസിൻസ് പ്രോപ്പറായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ ഡെലിവറി സമയത്തുള്ള ആ ഒരു സ്റ്റേജസ് ഓഫ് ലേബർ വളരെ സ്പീഡാക്കാൻ, അതായത് പ്രൈമിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ പെയിൻസ് അനുഭവിച്ചിട്ട് പ്രസവം നടക്കാറുള്ളൂ. പക്ഷേ അതൊന്നും വേണ്ട. ഏകദേശം ഒരു 5 to 10 hours 5 to 8 hours തന്നെ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ട് വളരെ ഒരു ഈസി ബർത്ത് പിൽസ് എന്നാണ് നമുക്ക് പറയാം. ആ രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട്. പക്ഷേ എല്ലാ കേസിലും ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളിപ്പം ഇവിടുന്ന് മെഡിസിൻസ് കൊടുക്കുമ്പോൾ അതിലൊരു ഒട്ടുമിക്ക കേസസ് more than 90% ആളുകൾക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മറ്റേ മെഡിസിൻ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിൽ നിങ്ങളുടെ ഡെലിവറി സമയത്ത് ആ ഒരു പ്രയാസങ്ങളൊക്കെ അല്ലെങ്കിൽ ലഘൂകരിക്കാൻ, ആ പ്രയാസം ഒന്ന് കുറയ്ക്കാൻ നമ്മുടെ മെഡിസിൻസ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മുടെ ക്ലിനിക്ക് വെച്ച് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.